ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയൊരു 25 ലക്ഷം ഇല്ലാതെ വീട് പണി തീരില്ലെന്നാ ആ കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നേ. കാശ് എങ്ങനെ ഉണ്ടാക്കാനാ പ്ലാൻ? ഓ എന്റെ കാളി, നിന്റെ ഒരു കാര്യം. എടി വാങ്ങിയ ദൈവം ഇരയും തരുമെന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാ? എടി ഞാനൊരു CA ആണ്. ദൈവം സഹായിച്ച് നമ്മുടെ ചുറ്റിന് ഒരുപാട് കാശുകാരുണ്ട്. യുവമാരുടെയൊക്കെ മക്കളാണെങ്കിൽ ലോക പിഴകളും. അപ്പോഴാണോടി ഒരു 25 ലക്ഷം കുണുവായിക്ക് പഞ്ഞം. മല്ലോന്റെ കൈക്കൂലി കാശ് കൊണ്ട് വീട് പണിതുണ്ടല്ലോ, ഒരു ഭൂകമ്പം കൊണ്ട് വീടേ ഇല്ലാതാകും, അറിയാവോ? ഭൂകമ്പം. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ, കാശൊക്കെ വരും. നമ്മുടെ ടൗണിലെ പ്രോപ്പർട്ടി അങ്ങ് വിറ്റാലോന്ന് ഞാൻ ആലോചിക്കുന്നേ. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ, കാശ് വരും. ഹലോ. അതെ സാറേ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടാകാനാണല്ലോ ഈ ലോകം തന്നെ ഉണ്ടായത്. പ്രശ്നം ഉണ്ടായില്ലെങ്കിലേ സർക്കാരിന് നഷ്ടമാണെന്നും പറഞ്ഞ് ഈ പോലീസ് സ്റ്റേഷനൊക്കെ അടച്ചു പൂട്ടുവാടോ. അല്ല, എന്തുവാ ഈ പുതിയ പ്രശ്നം? അത് സാറേ, ഒരുത്താൻ ആത്മഹത്യ ചെയ്യാനായിട്ട് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുക. ചെയ്യട്ടോ, ചെയ്താലല്ലേ നമ്മുടെ ആവശ്യം. ഇപ്പൊ ഫയർഫോഴ്സുകാരി അല്ലട്ടെ സാറേ, ചാനലുകാരും പത്രക്കാരും ഒക്കെ അവിടെ കൂടി നിൽക്കുക. MLA ഇപ്പൊ വിളിച്ചിരുന്നു. CA എന്തെന്ന് ചോദിച്ചു. ഞാൻ സാർ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഒരു കള്ളം പറഞ്ഞു. അപ്പം മുതല് കള്ളം പറഞ്ഞിട്ട് ഒരു ടെൻഷൻ എനിക്ക്. സാറാ സംഭവ സ്ഥലം വരെ ഒന്ന് ചെന്നാ ഞാൻ പറഞ്ഞത് സത്യമാവുമല്ലോ. ഈ TV-ക്കാരും പത്രക്കാരും ഒക്കെ വരുന്നതല്ലേ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് എത്തിയേക്കാം. വർക്ക് സൈറ്റിൽ ഒന്ന് പോകാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഓരോരുത്തന്മാർ ആത്മഹത്യ ചെയ്യാൻ നടക്കുന്നു. എന്താ പ്രശ്നം? ഒക്കെ ഉണ്ട്. നീ ആ ലോക്കൽ ചാനൽ വെച്ചോണ്ടിരുന്നു, ഇപ്പൊ എന്നെ അതിനകത്ത് കാണാം. ഒരുത്തനെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ചാകാൻ നിൽക്കുന്നു. ഇപ്പൊ അത് ലൈവ് കാണിക്കും, അതിൽ എന്നെ കാണിക്കും. ഓ, ദിവസം കണ്ടുപിടുത്ത നിങ്ങളുടെ മരമോന്ത. ഇനിയിപ്പോ TV-യിൽ കാണാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. നിരവധി ആളുകളെ സാക്ഷി നിർത്തിയാണ് ഒരു യുവാവ് ആത്മഹത്യ ചെയ്യാൻ കെട്ടിടത്തിന് മുകളിൽ കയറിയിരിക്കുന്നത്. പോലീസ് നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും യുവാവ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഫയർഫോഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ താൻ താഴേക്ക് ചാടി ചാവുമെന്നാണ് യുവാവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നോട് ഇവിടെ എല്ലാവരും കൊടുങ്ങിക്കുന്നു. എടാ, മര്യാദക്ക് നിന്നോട് താഴെ ഇറങ്ങാനാണ് പറഞ്ഞത്. CI ഷിജു ആണ് പറയുന്നത്. ചുമ്മാ ആൾക്കാരെ കളിപ്പിക്കുന്ന പോലെ എന്നെ കളിപ്പിക്കാൻ നോക്കിയുണ്ടല്ലോ. ഇറങ്ങി വേണം മര്യാദക്ക് താഴോട്ട്. ചാവാൻ പോകുന്നവന് എന്ത് CA? പോലീസ്. സാറേ, ഈ പുല്ലിനെ എറിഞ്ഞിട്ടാലോ? കല്ലെടുക്കട്ടെ. മര്യാദക്ക് താഴെ ഇറങ്ങി വേടാ. പറഞ്ഞു സാർ. എടോ പുഷ്പാങ്കത, തന്റെ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഏത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. അതെ അതെ അതെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പരിഹാരമല്ല. പുഷ്പാങ്കത, എടോ എന്താ തന്റെ പ്രശ്നം? സാറേ, ഞാൻ GK കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഡ്രൈവറാ. അടുപ്പിച്ച് 3 ദിവസം രാവും പകലുമില്ലെന്ന് ഞാൻ വണ്ടി ഓടിച്ചു. ആ ക്ഷീണത്തിൽ വണ്ടി ഓടിച്ച് കണ്ണൊന്ന് ചിമ്മിപ്പോയി. മതിലിൽ കൊണ്ടുപോയി വണ്ടി ഇടിപ്പിച്ചെന്ന കാരണം പറഞ്ഞ് എന്നെ പിരിച്ചുവിട്ടിരിക്കുക. 2 മക്കള് പഠിക്കുക. ലോൺ മേടിച്ച് കെട്ടിയ വീടാ സാറേ എന്റേത്. ജോലി ഇല്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. എനിക്ക് ജോലി കിട്ടാതെ പറ്റില്ല. വിളിക്കടോ GK ഗ്രൂപ്പിന്റെ MD. എന്തൊക്കെ പ്രശ്നം? ഹലോ ഹലോ, ജോർജ് കുര്യൻ ഹിയർ. എടോ MLA ആടോ? തന്റെ കമ്പനിയിൽ നിന്ന് പിരിച്ചിട്ട ഡ്രൈവറെ ആത്മഹത്യ ചെയ്യാനായിട്ട് കെട്ടിടത്തിന്റെ മണ്ടേക്കാർ നിൽക്കുക. അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? അയാളുടെ മുഴുവൻ കാശും സെറ്റിൽ ചെയ്തല്ലേ. അയാളെ തിരിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റില്ല സാർ, നെവർ. എങ്കിലേ തന്റെ കമ്പനി നാട്ടുകാരെറിഞ്ഞ് പൊളിക്കും. കാണോ എനിക്ക്? ഞാനൊരൊറ്റ വാക്ക് വേണ്ടിയാ മതി. 10 മിനിറ്റിനുള്ളിൽ താങ്ങിങ്ങോട്ട് വന്നോണം. തന്റെ കമ്പനിയുടെ ഗോഡൌണിന്റെ മുകളിലാ അയാൾ ആത്മഹത്യ നിൽക്കുന്നേ. വന്നില്ലെങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് വരും. ഇപ്പൊ വരാം സാർ. എടോ, താൻ എന്തെങ്കിലും പറഞ്ഞ അവൻ അവിടെ നിന്ന് ചാടി ചാകാതെ നോക്ക്. ഞാനിവിടെ ഒരു ചർച്ചയിലാണ്. ഇരിക്കണം സാർ. സാറേ, സാറിന് ആ പുഷ്പാങ്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഭയങ്കര ശല്യമാ സാർ. എപ്പോഴും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ട് പ്രശ്നമാ. അവനെ തിരിച്ചെടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാ. എടോ, അവൻ തല്ലിപ്പൊളിയും താൻ തോന്നിയാണെന്നൊക്കെ തനിക്കല്ലേ അറിയൂ. നാട്ടുകാരുടെ മുന്നിൽ അവനിപ്പോ ഹീറോയാ. 104 ഡിഗ്രി പനിയുമായിട്ട് കിടക്കുന്ന കളക്ടർ വരെ ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. സകല ചാനലുകളും അവന്റെ ആത്മഹത്യ ചെയ്യുന്ന വീഡിയോ ലൈവായിട്ട് കിട്ടാൻ കാത്തിരിക്കുക.
നിങ്ങളുടെ GK കൺസ്ട്രക്ഷൻ കമ്പനി തീയിടുവന്ന് മാവോയിസ്റ്റുകളെ ചാനലുകളെ അറിയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇതേ വഴിയുള്ളൂ, അവനെ തിരിച്ചെടുക്കുക. MLA സാർ പറഞ്ഞ കേട്ടില്ലേ, പിന്നെ തനിക്കെന്നാ പ്രശ്നം? സാറേ 14 പേര് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണിത്. ഞാൻ വിചാരിച്ചാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. സാറേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ അവിടെ നിർത്തി അടിച്ചാവും. അത് സാറിനും എനിക്കും വിഷയമാവും. എടോ CI, നമുക്ക് മറ്റൊരു കളി കളിച്ചാലോ? എന്തുവാ സാറേ? തൽക്കാലം കുര്യൻ സാർ അവനെ ജോലി തിരിച്ചെടുക്കാമെന്ന് വാക്ക് കൊടുക്കണം. ആൾക്കാർ പിരിഞ്ഞു പോട്ടെ, അവനും സന്തോഷമാവുമല്ലോ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതൊക്കെ മറന്നുപോകും. വീണ്ടും അവൻ ആത്മഹത്യക്ക് ഒരുങ്ങിയ അതിനിതുപോലെ വാർത്താ പ്രാധാന്യം കിട്ടണമെന്നില്ല. അത് നല്ല ഐഡിയ. പക്ഷേ കാര്യമൊക്കെ ശരിയാണ്. കമ്പനിക്ക് ചെറിയൊരു ചെലവ് വരും. ഞാനൊരു വീട് വെക്കുന്നുണ്ടേ, അതിന് GK കൺസ്ട്രക്ഷൻ സിമെന്റും കമ്പിയും നിന്ന് ഈ ഉള്ളവനെ സഹായിക്കണം. അത് കുഴപ്പമില്ല. പിന്നെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു കനത്ത സംഭാവന ഞാനും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കമ്പനി റെഡിയാണ്. ഇതിൽ ഞങ്ങളെ രക്ഷിക്കണം. ആത്മഹത്യ ചെയ്യാൻ ഉറച്ച് കെട്ടിടത്തിന് മുകളിൽ കയറിയ യുവാവ് 1 മണിക്കൂറായി അവിടെ തന്നെ നിൽക്കുകയാണ്. ഭീഷണിയും പ്രലോഭനത്തെയും അയാൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കമ്പനി പ്രതിനിധികളുമായി MLAയും CAയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച അവസാനിച്ചു എന്നാണ് കേൾക്കുന്നത്. തീരുമാനം അറിയാൻ നമുക്ക് അവരിലേക്ക് വരാം. ഒന്ന് മാറിക്കടോ. ഞങ്ങൾ വളരെ ശക്തമായി കമ്പനി MDയോട് പുഷ്പാങ്കദനെ തിരിച്ചെടുക്കണമെന്ന് വാദിച്ച സാഹചര്യത്തിൽ തിരിച്ചെടുക്കാമെന്ന് കമ്പനി ഉറപ്പു തന്നിരിക്കുന്നു. വളരെ നല്ലൊരു പരിസമാപ്തിയാണ് ഈ ആത്മഹത്യാ നാടകത്തിന് ലഭിച്ചിരിക്കുന്നത്. പുഷ്പാങ്കദനെ ജോലിയിൽ തിരിച്ചെടുക്കാൻ കമ്പനി സമ്മതിച്ചിരിക്കുകയാണ്. എടാ പുഷ്പാങ്കദ, ഇനിയെങ്കിലും നീ ഒന്ന് താഴോട്ട് ഇറങ്ങടാവേ. നിന്നെ കമ്പനി തിരിച്ചെടുക്കാമെന്ന് സമ്മതിച്ചല്ല, പിന്നെന്നാ കുഴപ്പം? ഇറങ്ങടാ പാട്ടി. പിന്നല്ല ദേഷ്യം വരുന്നു സാറേ. നന്ദിയുണ്ട് സാറേ, എല്ലാവർക്കും നന്ദിയുണ്ട്. സാർ ഒരു മിനിറ്റ്. നിന്റെ ലാൻഡിംഗ് പ്രതീക്ഷിച്ച് ഞാൻ താഴെ കാത്തിരിക്കുമായിരുന്നു. ഇതെന്തിനാണെന്നറിയാമോ? മേളിൽ ഇരുന്ന് നീ എന്നെ പുല്ലെന്ന് വിളിച്ചു. ക്ഷമിക്കണം സാറേ, അപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് ഞാൻ വിളിച്ചു പോയതാ. ഇനി ഇതുപോലുള്ള മാനസികാവസ്ഥ ഉണ്ടാകരുത്. ഇതൊരു പാഠമായിരിക്കട്ടെ. ഷീലയുടെ ഇൻഷുറൻസ് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഒക്കെ ഇപ്പൊ ഡള്ള സാറേ. മുമ്പൊക്കെ ഈസി ആയിട്ട് 500 രൂപ ഇറക്കിക്കൊണ്ട് നടന്നവനൊക്കെ ഇപ്പൊ ഒരു 200 രൂപ എടുക്കാൻ തന്നെ ഭയങ്കര മടിയാ സാറേ. ഈ പറഞ്ഞ മാതിരി എവിടെ നിന്നിട്ട് ഇറക്കാനായിട്ട് കാശ് കയ്യിൽ വേണ്ടേ? അതെ. അല്ല, പ്രസന്നന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? അതിന് അങ്ങേരെ അവിടെ കോടതി പോവാൻ അങ്ങേരുടെ കോട്ട അലക്കിയിട്ട് തന്നെ കൊല്ലങ്ങളായി. അയ്യോ, വക്കീലായിട്ടുള്ള പ്രാക്ടീസ് അല്ല ഞാൻ ചോദിച്ചത്. എന്താ? ഓട്ടോ ഓടിക്കുന്നുണ്ടോന്ന്. അതിനാർക്കാ സാറേ ഇപ്പൊ നാട്ടിൻപുറത്ത് ഓട്ടോ വേണ്ടത്? മുമ്പൊക്കെ 1 കിലോമീറ്റർ ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നവരൊക്കെ ഇപ്പൊ 4-5 കിലോമീറ്റർ നടന്നാ പോകുന്നത്. പിന്നെ ഏതെങ്കിലും ബാങ്കിന്റെ ക്യൂവിൽ കയറി നിന്നാ മതിയല്ലോ, താനെ അങ്ങ് എത്തിക്കോളൂ. അത് ശരിയാ. അതെ, എസ്ഐ സാർ വന്നു. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? അല്ല, സാറെന്താ ലേറ്റ് ആയേ? ഒരു ബാങ്കിൽ കയറി കുറച്ച് സമയം ക്യൂ നിന്നു. ഇച്ചിരി നേരം നമ്മൾ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനല്ലേ. കള്ളപ്പണം ഒഴിവാകുമല്ലോ. അതെ ഒഴിവാകും. ആൾക്കാര് 2000-ന്റെ കളർ ഫോട്ടോ സെറ്റ് വരെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്നലെ ഒരു ലോട്ടറിക്കാരനെ പറ്റിച്ചത് ന്യൂസ് ഉണ്ട് സാറേ. നമസ്കാരമുണ്ട്. നീ എന്താ പിന്നെയും വന്നോ? അല്ല സാറേ, ഈ പ്രാവശ്യം ഞാൻ പ്രതിയായിട്ടാണ് വന്നിരിക്കുന്നത്. സാറേ, കാശ് വെച്ച് ചീട്ട് കളിച്ചവന്മാരെ അടിച്ചു പൊടിച്ച് അവന്മാരുടെ കാശ് അടിച്ചു മാറ്റി. ഈ കാശ് വെച്ച് ചീട്ട് കളിക്കാൻ പാടില്ല. അതെ, അപ്പൊ അവന്മാരെ പിടിച്ച് 2 ഇടി കൊടുത്ത് കാശ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നുമല്ല. സാറേ, അങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത വാക്ക് പറയല്ലേ സാറേ. അതങ്ങനല്ല. ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. താൻ പഴയ പണി വീണ്ടും തുടങ്ങിയോ? ആ മീശ മാധവൻ ആ ചെറ്റപ്പണിക്കൊന്നും ഞാൻ ഇനി പോവില്ല സാറേ. നമ്മൾ കടുവേര ആൾക്കാരല്ലേ, അവന്മാര് എന്നെ കൊല്ലുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ട് സാറേ. പേടിച്ചു മനുഷ്യൻ ചാവുന്ന സ്ഥിതിയായി. അപ്പോഴാണ് എന്റെ പെണ്ണും പുള്ള വൈഫ് അവള് പറഞ്ഞ് സേഫ് ആയിട്ട് സ്റ്റേഷനിൽ കുറച്ചു കാലം ചെന്ന് കിടന്നിട്ട് വരാൻ. ഈ പോലീസ് സ്റ്റേഷൻ നിന്റെ അമ്മായിയച്ഛൻ ശ്രീധരൻ തന്ന കാശ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുവാണോടാ? മനുഷ്യന്മാർക്കെടുത്താ ശ്രീധരൻ തന്നൊക്കെ എന്നെ പറ്റി ഞാൻ പുട്ടടിച്ചേനെ സാറേ. സാറേ, ഇതൊക്കെ ഭയങ്കര മോശമാണ് സാറേ. എടാ, ഞങ്ങൾക്ക് ഇവിടെ 100 വട്ടം പണിയുണ്ട്, നീ പോയേ.
ഒരു കാര്യം ചെയ്യും, ഇന്നലെ ഒരുത്തം കാണിച്ചതുപോലെ ഒരു കെട്ടിടത്തിന്റെ മേളിൽ കയറി എന്നിട്ട് ഞാനിപ്പ ചാവും എന്നൊക്കെ വിളിച്ചു പറ. അപ്പൊ നിനക്കൊരു പേരാവും. പിന്നെ പത്രവും പോലീസും ചാനലും ഒക്കെ നിന്റെ പുറകെ വരും. ആ കേസ് എന്തായി സാറേ? ഓ, അത് CI സാർ ഒതുക്കി. അതൊക്കെ നമ്മുടെ CI സാർ ഇടപെട്ടപ്പോ സ്ട്രോങ് ആയില്ലേ? ഓ, താനിവിടെ ഉണ്ടായിരുന്നു? ചുമ്മാ GP കിടന്ന് ഉറക്കായിരുന്നു സാറേ. CI സാറിന്റെ പേര് കേട്ട അപ്പൊ ഉറക്കം പോകുന്ന ആളാ. അത് സാർ എന്നെ ഒരുമാതിരി ആക്കിയതല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അങ്ങനെ കാര്യമായിട്ട് പറയണ്ട. സത്യം പറഞ്ഞ സാറേ, CI സാർ ഇന്നലെ ഇടപെട്ടത് കൊണ്ട് മാത്രമാ ആ പാവപ്പെട്ടവൻ രക്ഷപ്പെട്ടത്. അവൻ ഡ്രൈവറായിരുന്നു സാറേ. ആ, എന്നെ പോലെ പിള്ളേരും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ഉള്ള ഒരു പാവം. അപ്പൊ അവന്റെ ജോലി പോയാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. ഇപ്പൊ ആ ജോലി തിരിച്ചിടിയാ സാറേ? പിന്നെ അല്ലാതെ കമ്പനി തിരിച്ചെടുക്കാന്ന് പറഞ്ഞോണ്ടാ അങ്ങേര് മുകളിൽ നിന്ന് താഴെ ചാടി ചാവാതെ താഴോട്ട് ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ അവൻ ചാടി ചാവൂലായിരുന്നോ? ഇപ്പൊ ആ കമ്പനിയിൽ തിരിച്ച് ജോയിൻ ചെയ്യാൻ പോയിരിക്കുക. അപ്പൊ അയാളെ കാര്യം ഓക്കെ. നമ്മളിപ്പോഴും ഇവിടെ കിടന്ന് ആങ്ങളെ കൈയും കാലും നീ ചുമ്മാ വായി നോക്കിക്കാ, പോകാൻ നോക്കണേ. ഓടെ ഇറങ്ങി. എടാ, ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഗുണ്ടയല്ലേ? എടാ, പോയി ഒരുത്തരെ കൊന്നേച്ചുവാ, അതിനൊരു അന്തസ്സെങ്കിലും ഉണ്ട്. ഇത് ചുമ്മാ ഒരുമാതിരി. അങ്ങനെയാണോ? അത് കൊള്ളല്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ഓരോരുത്തനെ കൊന്നിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ SI സാർ കൊല്ലാൻ പറഞ്ഞിട്ട് കൊന്നു പറയും. എനിക്ക് കൊല്ലാൻ വേണ്ടി 1 ലക്ഷം രൂപ തന്നെന്ന് ഞാൻ പറഞ്ഞു. സാറേ, അവനെ ഞാൻ കൊന്നിട്ട് വന്നാലോ? എന്നിട്ട് വേണം അതും കൂടെ എടുത്ത് എന്റെ തലയിൽ വെക്കാൻ. ചുമ്മാ വേലി കിടന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെച്ചതാ, അതിപ്പോ തോളത്തായി. സാറേ, അപ്പൊ പോയേ. ഇനി അവൻ കൊല്ലും. എന്താ പുഷ്പാങ്കത, ആത്മഹത്യ ഒന്നും ചെയ്യുന്നില്ലേ? ഒറ്റ ദിവസം കൊണ്ട് ആളങ്ങ് ഫേമസ് ആയി പോയല്ലോ. അപ്പോഴത്തെ വിഷമത്തിൽ തോന്നിയല്ലേ ഏട്ടാ. കമ്പനി തിരിച്ചെടുക്കാന്ന് പറഞ്ഞു. എന്റെ കാണാൻ വേണ്ടി വന്നതാ. നടക്കട്ടെ ചെല്ല്. നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് പുഷ്പാങ്കത, സുഖം തന്നെയല്ലേ? അതെ സാർ. കോമ്പൻസേഷൻ ഒക്കെ കിട്ടിയോ? കിട്ടി സാർ. ഇനി അതൊക്കെ തിരിച്ചടക്കേണ്ടി വരില്ലേ? ഒന്നും വേണ്ട പുഷ്പാങ്കത, കമ്പനി കൊടുത്തൊന്നും തിരിച്ചെടുക്കാറില്ല. അപ്പോ കമ്പനിയിൽ വീണ്ടും ചേർന്നാൽ PF ഒക്കെ പിന്നെയും കൊടുക്കണ്ടേ? പിന്നെ വീണ്ടും ചേർന്നാൽ വേണം. പുഷ്പാങ്കതന് ആ പ്രശ്നമില്ലല്ലോ. ഞാൻ ചേരാനായിട്ട് വന്നതാ സാർ. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ചേരായത് ചിട്ടിയൊന്നുമല്ലല്ലോ പുഷ്പാങ്കത, ജോലിയല്ലേ. സാർ എന്നെ തിരിച്ചെടുക്കാൻ സമ്മതിച്ചല്ലേ? ആര് സമ്മതിച്ചു? ഞാനോ? ഞാൻ തന്നോട് പറഞ്ഞോ തിരിച്ചെടുക്കാമെന്ന്? ഇല്ലല്ലോ. സാറേ, MLA CA ഒക്കെ പറഞ്ഞല്ലേ? എന്റെ പുഷ്പാങ്കത, നീ വല്ലയിടത്തും ചാടിച്ചത്താൽ അവന്മാർക്ക് പ്രശ്നമല്ലേ? അതൊഴിവാക്കാൻ അവന്മാർ കളിച്ച നാടകമല്ലേ അത്? ഞാനൊരു വാക്ക് മിണ്ടിയോ? ഇല്ലല്ലോ. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പുഷ്പാങ്കത, നീ അവന്മാരെ പോയി കാണ. സാറേ, ഇത് കോടതിയെ കൊണ്ടുപോകാനുള്ള ഫയലാ. ആ ഷീല എവിടെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കാ സാറേ. രാവിലെ ധൃതിയിൽ ഓടിപ്പിടിച്ച് വന്നതാ സാറേ. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റിയില്ല. മോഷണം പെരുകുന്നു. കൊന്നത്തടിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പെരുകുന്നു. ആ കള്ളൻ നമ്പൂതിരി ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടെ. അതാരാ സാറേ ഈ കള്ളൻ നമ്പൂതിരി? സാധാരണ കള്ളൻ അന്ത്രു, കള്ളൻ മമ്മു, കള്ളൻ പവിത്രൻ എന്നൊക്കെയല്ലേ നമ്മൾ കേൾക്കാറുള്ളൂ. ഈ നമ്പൂതിരിമാരൊക്കെ കക്കൂ? കേടോ, കള്ളന്മാർക്ക് എന്തോന്ന് ജാതി, എന്തോന്ന് മതം. അത് ശരിയാ. നമ്മുടെ അവിടെ ഒരു കള്ളം ഉണ്ടായിരുന്നു, തോമാച്ചേട്ടൻ. പകലൊക്കെ ചുമ്മാ അലക്കി തേച്ച മുണ്ടുമൊക്കെ ഉടുത്ത് ഒരു അധ്യാപകന്റെ ലുക്കിലാ നടത്തം. രാത്രിയാവുമ്പോ 3 കട്ട ബാറ്ററി ഉള്ള ഒരു ടോർച്ചും ഒരു കൈലി മുണ്ടുമൊക്കെ ഉടുത്ത് ഒറ്റ ഇറക്കവാ. കക്കാനോ? തന്നെ സാറേ. ഇഷ്ടം പോലെ കാശുള്ള ആളാ. പക്ഷെ മൂപ്പർക്ക് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, രാത്രി ശരിക്കും അങ്ങോട്ട് കണ്ണ് കാണത്തില്ല. അപ്പ ഏതെങ്കിലും പൊട്ടക്കണിച്ച് വീഴാൻ എളുപ്പാ. മിക്കവാറും അങ്ങനെയായിരിക്കും പുള്ളിയുടെ അന്തി. ഈ മക്കളൊക്കെ അമേരിക്കയിലും ഗൾഫിലും ഒക്കെ. ഈ മക്കളും ഭാര്യയൊക്കെ ഇങ്ങേരടുത്ത് എപ്പോഴും പറയും, ഈ പണിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ, ദൈവമായിട്ട് തന്നത് നമ്മളായിട്ട് നിർത്തുന്നത് ശരിയല്ലല്ലോ എന്നാ മൂപ്പരുടെ ഒരു ലൈൻ. അത് ശരിയാ. ഞങ്ങളുടെ അവിടെ ഒരു കുഞ്ഞുണ്ണി ചേട്ടൻ ഉണ്ടായിരുന്നു, കള്ളൻ കുഞ്ഞുണ്ണി. തൽക്കാലം കള്ളൻ കുഞ്ഞുണ്ണി ഉണ്ടായിട്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് കള്ളൻ തോമാച്ചേട്ടന്റെ കഥ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതെ, തോമസ് ചേട്ടനെ ഒന്ന് ഡെവലപ്പ് ചെയ്യും. അതെ. ഒരു ദിവസം പള്ളിയിലച്ചൻ പറഞ്ഞു, തോമസേ, നീ 1-2 ദിവസം പള്ളിയിൽ വന്ന് കിടക്ക്. കർത്താവിനെ വിചാരിച്ച് കിടന്നാൽ കർത്താവ് നിന്നെ രക്ഷിക്കുമെന്ന്. തോമാച്ചേട്ടാ അതങ്ങനുസരിച്ച്. ആണോ? രാത്രി കിടക്കാൻ പോണ്ടല്ലോ, കപ്പിയാര് ഇങ്ങേരുടെ വാതില് പുറത്തു നിന്ന് അങ്ങ് പൂട്ടും. അത് കൊള്ളാം. ഇങ്ങേർക്ക് കക്കണമെന്ന് വിചാരിച്ചാലും പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അത് തന്നെ. പക്ഷേ പാവം തോമാച്ചേട്ടൻ രാത്രിയാവുമ്പോഴേ കക്കാനുള്ള ഒരു വികാരം അങ്ങ് ഉണരും. സാറേ, ഈ മയക്കുമരുന്ന് വെക്കുന്നവരുണ്ടല്ലോ, ഒരു ദിവസം അത് കിട്ടാതിരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് വരും. എന്നിട്ടെന്തോന്ന്, രാത്രിയാവുമ്പോ വാതിലടിച്ച് ഒരേ വിളി കർത്താവിന്. പിന്നെ ഉറക്കം വന്ന് കൂർക്കം വലിച്ച് ഒരേ ഉറക്കം. സാറേ, ബെല്ലടിക്കുന്നു. അത് കൂർക്കം വലിക്കുന്നു. അതല്ല, ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, നമസ്കാരം, പോലീസ് സ്റ്റേഷൻ. ഹലോ,
ഇവിടെ ഒരു സ്ഥലത്ത് തീ പിടിച്ചു. തീ പിടിച്ചോ? അയ്യോ, അതിന് ഫയർ എഞ്ചിൻ ഒന്നും ഇവിടെ അല്ല ഉള്ളത്. ഫയർ സ്റ്റേഷനിൽ വിളിക്കണം. 101. ആ ശരി. യുവമാർക്കൊന്നും വേറെ പണിയില്ലേ, വെറുതെ കഥയുടെ രസം കളയാൻ വേണ്ടി അമ്മരൊരു തീ പിടുത്തം. ആലിക്കുട്ടി സാർ കഥ പറ. ഒരു ദിവസം രാത്രി നമ്മുടെ തോമാച്ചേട്ടൻ 1-2 ആണിയൊക്കെ ഒപ്പിച്ച് വാതിലിന്റെ കുറ്റി അങ്ങ് ഇളക്കി. എന്നിട്ട് കർത്താവിനെ വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവ് കക്കാനുള്ള വീട് കാണിച്ചു കൊടുക്കുന്ന പോലെ പുള്ളിക്ക് തോന്നി. നല്ല കറുത്തവാവ് ദിവസം തോമാച്ച മെല്ലെ നടന്ന് നീങ്ങുമ്പോ പുള്ളി ഒരു വലിയ ബംഗ്ലാവ് ഉണ്ട്. എന്നിട്ട് പുള്ളി അതിന്റെ ഗേറ്റ് ചാടിക്കണം. എന്നിട്ട് മെല്ലെ അടുക്കള വാതിലിന്റെ കുറ്റി ഇളക്കാൻ തുടങ്ങി. നോക്കുമ്പോ ഭയങ്കരന്മാരായ 2 പട്ടികൾ പുള്ളിയുടെ മുന്നിൽ നിൽക്കുന്നു. ഒരാൺപട്ടിയും ഒരു പെൺപട്ടിയും. എന്നിട്ടൊന്നുമില്ല. ഇനി ആ കഥ പറയണ്ട. ആ പാവം കള്ളൻ തോമാച്ചന്റെ കഥ അതോടെ കഴിഞ്ഞിട്ടുണ്ടോ? പാവം തോമാച്ച പട്ടിയുടെ കടിയും കൊണ്ട് ആശുപത്രിയിലായി കാണും. അതൊന്നും അല്ല ഇതിന്റെ ക്ലൈമാക്സ്. പിന്നെ അപ്പൊ പിന്നെ ആ കള്ളൻ തോമാച്ചന് പട്ടികളെ മയക്കാനുള്ള എന്തെങ്കിലും കഴിവ് കാണും. ഈ മന്ത്രവാദമോ മറ്റോ? കള്ളന്മാർക്ക് അതിനുള്ള കഴിവൊന്നും കാണില്ല. ആർക്കും അറിഞ്ഞൂടല്ലേ ഇതിന്റെ ക്ലൈമാക്സ്? ഇല്ല. എന്നാ ഞാൻ പറയാം. സുല്ലിട്ടാ എന്നാ ഞാൻ പറയാം. അപ്പൊ തന്നെ ആ വീടിന്റെ ലൈറ്റ് തെളിഞ്ഞു. ലൈറ്റ് ഇട്ടപ്പോ പട്ടികൾ 2 അനുസരണയോടെ തോമാച്ചേട്ടന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. അത് കണ്ട് ആ സ്ത്രീ നിലവിളിക്കാൻ തുടങ്ങി. കർത്താവേ, ഇങ്ങനെ നന്നാക്കാൻ വേണ്ടി പള്ളിയിൽ വിട്ടപ്പോ അവിടെ നിന്നും ചാടി അങ്ങേര് ഇങ്ങോട്ട് തന്നെ വന്നോന്ന് മനസ്സിലായില്ലല്ലേ? എന്ന് വെച്ചാ പുള്ളി ചാടിയത് സ്വന്തം വീട്ടിലാണെന്ന് കക്കാൻ വേണ്ടി. മൂപ്പർക്ക് ക്ലിയർ ആയിട്ട് കണ്ണ് കണ്ടുവിടാന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് ക്ലൈമാക്സ്? എങ്ങനെയുണ്ട്? ഇതേ ഒരുമാതിരി മറ്റടുത്ത കഥയായിപ്പോയി. തനിക്ക് കഥയൊക്കെ പറയാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഈ ഉത്സാഹം വളയം പിടിക്കാൻ കാണിച്ചെങ്കിൽ എന്തോ വേണം. മൂപ്പർക്ക് ക്ലിയർ ആയിട്ട് കണ്ണ് കണ്ടുവിടാന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് ക്ലൈമാക്സ്? എങ്ങനെയുണ്ട്? ഇതേ ഒരുമാതിരി മറ്റടുത്ത കഥയായിപ്പോയി. തനിക്ക് കഥയൊക്കെ പറയാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഈ ഉത്സാഹം വളയം പിടിക്കാൻ കാണിച്ചെങ്കിൽ എന്തോ വേണം. എന്താടോ സാറേ, ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. അയാൾ ഇങ്ങോട്ടാ വരുന്നേ. ആര്? ഇതിനുടെ കെട്ടിടത്തിന് മുകളിൽ ചാടിച്ചാകാൻ പോയ ഡ്രൈവറല്ലേ അയാള്. അയാള് വന്നോട്ടെ, അതിന് തനിക്കെന്താ? സാർ, അയാളുടെ കയ്യിൽ കയറുണ്ട് സാർ. അത് തൂങ്ങാനുള്ള വളയമാക്കിക്കൊണ്ട് അങ്ങനെ. അയ്യോ, എങ്കിൽ പണിയാവും സാറേ. SI സാറും സ്ഥലത്തില്ലല്ലോ. വിളി സാറേ SI സാറിന്. സാറേ, ഞാനിവിടെ തൂങ്ങാൻ വന്നിരിക്കുക സാറേ. എനിക്ക് വേറെ വഴിയില്ല സാറേ. എന്റെ പൊന്നു പുഷ്പാങ്കത, വേറെ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ എങ്ങാനും പോയി തൂങ്ങ്. അപ്പൊ ആളുകൾ വിളിച്ചു പറയുമ്പോ ഞങ്ങൾ വന്ന് തന്റെ ബോഡി ഇറക്കാം. വെറുതെ ഇവിടെ തൂങ്ങി ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്തുവാ പ്രശ്നം? ഇയാള് കയറുമായിട്ട് ഇവിടെ തൂങ്ങാൻ വന്നിരിക്കുക. താനല്ലേ ഇന്നലെ ആ കെട്ടിടത്തിന്റെ മേളിൽ കയറി സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്? തനിക്കിത് എന്തിന്റെ കേടാടോ? ഓ, ചാനലിൽ കയറി ഷൈൻ ചെയ്യാനായിരിക്കും. സാറേ, എന്റെ ജോലി പോയി. മറുഗതി ഇല്ല സാറേ. അന്ന് CI സാർ കമ്പനിക്കാരുമായി ചർച്ച നടത്തി എന്നെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞതാണ്. കമ്പനി ചെന്നപ്പോ അവര് കൈ ഒഴിഞ്ഞു സാറേ. CI സാർ എന്നെ താഴെ ഇറക്കം കാണിച്ച നാടകമാണെന്ന് പറഞ്ഞു സാറേ. മരിക്കാതെ എനിക്ക് വേറെ വഴിയില്ല സാറേ. താന്റെ കാര്യം ചെയ്യ്. CI സാർ അവിടെ റൂമിലുണ്ട്. അയാളുടെ തലയിൽ തന്നെ പോയി തൂങ്ങ്. അപ്പോ തൂങ്ങിച്ചാവാൻ നടക്കുന്നു. ഇയാൾ ഇവിടെ എങ്ങാനും കയറി തൂങ്ങിയിട്ട് വേണം നമ്മൾ അടിച്ചൊന്ന് കെട്ടിത്തൂക്കിയെന്ന് നാട്ടുകാർ പരാതി. ഉറപ്പായിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ. പിന്നല്ലാതെ. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ആ കാര്യം ഞാൻ ഏറ്റു. സാറേ, ഞാനിവിടെ കെട്ടിത്തൂങ്ങാൻ വന്നതാ. എന്തോന്ന് പുഷ്പാങ്കത ഇത്? ഒരു ഗതിയില്ലേലും തെണ്ടിയിട്ടാണെങ്കിലും ജീവിച്ചു കൂടെയോ തനിക്ക്? കടം കൊണ്ട് പൊറുതി മുട്ടിരിക്കുക സാറേ. കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യ. കമ്പനി ജോലി തരുന്നില്ല സാറേ. ഇരിക്കു പുഷ്പാങ്കത, ചൂടാകാതെ നീ അവിടെ ഇരിക്കവിടെ. എന്റെ പുഷ്പാങ്കത, നമ്മൾ ഒരു വാതിലിൽ മുട്ടുന്നു. പക്ഷെ തുറക്കുമെന്ന് വിചാരിച്ചു, തുറന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വാതിലിൽ മുട്ടുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്നത് 9 വാതിലിൽ പിന്നെയും മുട്ടാനാണ്. പുഷ്പാങ്കതന് ഒരു ജോലി ഇല്ലെങ്കിൽ മറ്റൊരു ജോലി, അത്രയല്ലേ വേണ്ടു. പുഷ്പാങ്കതന് നല്ലൊരു ജോലിയായിട്ടാണ് ഈ മുതലാളി വന്നിരിക്കുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ പുഷ്പാങ്കത. താൻ ഏതായാലും മരിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാ? കടം. ആ കടമൊക്കെ ഈ സാറ് വീട്ടും. തനിക്കൊരു 5 ലക്ഷം രൂപ തരും. പോരെ? മതി സാർ, അത് മതി. ഒരു പാല വിട്ടാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ചുമ്മാ ആരും കാശിറക്കത്തില്ലല്ലോ. സംഗതി ഇത്രയേ ഉള്ളൂ. ഇങ്ങേർക്ക് വേണ്ടി ഒരു കൊലക്കേസ് പുഷ്പാങ്കതൻ അങ്ങ് ഏറ്റെടുക്കണം. ഞാൻ ഒരുത്തനെ തട്ടിയച്ചാ വരുന്നത്. ജയിലിൽ കിടക്കാനൊന്നും തീരെ സമയമില്ല പുഷ്പാങ്കത. താൻ എന്നെ ഒന്ന് സഹായിക്കണം.
ഈ 5 ലക്ഷം കൂടാതെ തന്റെ കുടുംബത്തിന് മാസാമാസം ഞാനൊരു തുക ശമ്പളമായിട്ട് എത്തിക്കുകയും ചെയ്യാം. ധൈര്യമായിട്ട് ആ കാശ് വാങ്ങി ആ കേസ് ഏറ്റെടുക്കും പുഷ്പാങ്കത. ഭാഗ്യമുണ്ടെങ്കിൽ തനിക്ക് സർക്കാർ ചെലവിൽ തൂങ്ങാടൂ. ഇതാണ് ഈ പറയുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും തൂക്കുകയറെന്ന്.